മനസ്സിനെ ഞെക്കുന്ന ഒരു കാര്യം അവതരിപ്പിക്കാനാണ് ഞാൻ ഇവിടെ വന്നത്. ഞെട്ടരുത്. അപ്പൊ തുടങ്ങാം. അല്ല ഇതിനെ പൊല്യൂഷൻ ഇല്ലല്ലോ, ഞങ്ങൾ എടുത്തോളാം. അല്ല അങ്ങനെ പറഞ്ഞാ പറ്റുമോ? സാർ ഇതിനെ അടിക്ക്, വണ്ടിക്ക് അടിക്ക്. അപ്പൊ എല്ലാവർക്കും സമാധാനമായല്ലോ. എന്നാ കാണാം. നമുക്ക് എല്ലാവർക്കും 10,000-20,000 രൂപ വെക്കാൻ നടക്കുക. പൊല്യൂഷൻ എടുത്ത് കാണിച്ചാലേ നിങ്ങൾക്ക് ഫൈൻ ഒഴിവാകും. നമുക്കുള്ള കാര്യമല്ല പറയാൻ സാർ. ഈ വണ്ടിയുടെ കാര്യം ഞാൻ പറഞ്ഞത്. ബുദ്ധിമാനായിക്കോ, പക്ഷെ മറ്റുള്ളവർ വെറും മണ്ടന്മാരായി കളയരുത് കേട്ടാ. വേറൊന്നുമല്ല പറയുന്നത്, ഞാൻ വേറൊന്നുമല്ല പറയുന്നത്. സാർ അവിടെ തൊട്ട് ഇവിടെ വരെ അടിച്ചോണ്ട് വരുന്നത്, എല്ലാവർക്കും അടിക്കുന്നുണ്ട്. അപ്പൊ സാർ നിങ്ങൾക്കുള്ള വണ്ടിക്ക് പൊല്യൂഷൻ വേണോ വേണ്ടേ? അപ്പൊ ഇതിന് ഈ വണ്ടിക്ക് എന്താ പൊല്യൂഷൻ ഇല്ലാത്ത? ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. അപ്പൊ നിങ്ങളെ സർക്കാരിന്റെ വണ്ടിക്ക് നിങ്ങൾ അടിക്കും. നിങ്ങൾ 1-2 5,000 രൂപ വിനയാൻ അടിച്ചത്. 5,000 രൂപ ഞാൻ എനിക്കില്ലാതെ തന്നെ 5,000 രൂപ. അല്ല സാറ് നിക്ക്, അല്ല ഒരു നിയമപരമായിട്ടത് അല്ലല്ല, അങ്ങനല്ല, അങ്ങനെ പോകാൻ പറ്റും സാറ്. അല്ല അവിടെ നിക്ക് സാറ്, ഇത് അടിച്ചിട്ട് പോയാൽ മതി. നിക്ക് സാർ അവിടെ നിക്ക്. മോനെ സാർ ചോദിച്ചു ഉത്തരം കൊടുക്ക്. സാർ അവിടെ നിക്ക്, ഒന്ന് നിക്ക്, അവിടെ നിക്ക്. അല്ല വേറെ കാര്യങ്ങളൊന്നും അല്ല, നിങ്ങൾ അങ്ങോട്ട് സൈഡിലോട്ടൊന്ന് ഒതുക്കിയിട്ടാണ്. സർക്കാരിന്റെ അല്ലേ, എല്ലാവർക്കും നിയമം ബാധകമാണോ സാറേ? ഞാൻ പറയുന്നേക്ക് ഇപ്പൊ നിങ്ങളെ വണ്ടിക്കകത്ത് ഇപ്പൊ ഒരു പൊല്യൂഷൻ 2,000 പെറ്റി അടിക്കും. ആൾക്കാരാ സ്വന്തം കാര്യം ചിന്താവാന്നുള്ള ഒറ്റ ചിന്തല്ലേ ഉള്ളൂ. അത് നിങ്ങൾക്കുള്ള ഇതാണോ പൊല്യൂഷൻ? ഇത് 25-ാം തീയതി തീർന്നിട്ടുണ്ട്, ജനുവരി. ഇത് ഫെബ്രുവരിയാ, മനസ്സിലായ? 1-2 നിങ്ങൾ അടിക്കുന്നത്. രാവിലെ ഇവിടെ വന്ന് കിടന്ന് 1,000, 2,000, 3,000 ഒക്കെ നിങ്ങൾ അടിച്ചു തരുന്നത്. രാവിലെ എല്ലാരും ജീവിക്കാൻ വേണ്ടി ഇറങ്ങുന്നത് സാറേ. കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. ഒന്ന് അടിച്ചു നോക്കി സാറ്. എന്നാ തീർന്നിട്ടുള്ള 2,000 രൂപ അടിക്കും അങ്ങോട്ട്. എന്നാ തീർന്നിട്ടുള്ള 2,000 രൂപ അടിക്കും അങ്ങോട്ട്. അല്ല മെനങ്ങാന്ന് എനിക്ക് 5,000, 10,000 ഒരു വണ്ടിക്കകത്ത് കിടക്കുന്ന പെറ്റിയെന്ന് പറയാം 7,000. ചുമ്മാ ഒന്ന് ഫോട്ടോ എടുത്താൽ കിട്ടുക. അല്ല അവരെ വണ്ടി ക്ലിയർ ആവണ്ടേ? ഒരു മൊത്തം അവിടെ തൊട്ട് ഇവിടം വരെ അടിക്കും. മെനങ്ങാന്ന് 5,000 രൂപ അടിച്ചു തന്നു. പൊല്യൂഷൻ അല്ലാത്ത 2,000. ഇവരെ വണ്ടിക്കകത്ത് എന്തോ കൊമ്പുണ്ടോ? കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ തിരുവട്ടമാ. ഞാൻ തിരുവനന്തപുരത്തേക്കൊന്ന് വിളിച്ചാലോ? നീ പോയി വിളിച്ചോടാ, ഞാൻ പോ. എല്ലാരും ജീവിക്കാൻ വേണ്ടി തന്നെ നടക്കുന്നത്. ഇതിനകത്ത് ആദ്യം ഇത് ക്ലിയർ ആക്കി സാറേ. ക്ലിയർ ആക്കിയിട്ട് നിങ്ങൾ മറ്റുള്ളവരെ നന്നാക്കാൻ നടക്കി. അടിച്ചാ ഞങ്ങളിപ്പോ എടുത്തിട്ട് കാണിച്ചാ മതി. എടുക്കുമ്പോ തനിയെ മാറിക്കോളും. ആയിക്കോട്ടെ. സാറിന് വണ്ടിക്ക് അടിച്ചായിരുന്നു. അപ്പൊ അടിച്ചില്ലേ? അപ്പൊ വേറെ കാര്യങ്ങളൊന്നുമില്ല. ഞാനിപ്പോ ഒരു പുതിയ മനുഷ്യനാണ്, 100% സൽസ്വഭാവി. എന്നാ ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി. ഞാൻ പോകുന്നു. ബൈ ബൈ.